ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 4 അളവുകളാണ് വേണ്ടത്. ഒന്ന് സ്ലീവ് ലെങ്ത്, സ്ലീവിൻ്റെ ബോട്ടമിൻ്റെ റൗണ്ട്, ആം ഹോൾ റൗണ്ട്, സ്ലീവിൻ്റെ ഒരു 5 ഇഞ്ച് ഇറക്കത്തിലുള്ള റൗണ്ട്. ആദ്യം നമുക്ക് സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്യാം. നമുക്ക് ലെങ്ത് നമ്മൾ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൽ കൂടെ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് നമ്മൾ സ്ലീവ് മടക്കി അടിക്കാനാണ് 1 ഇഞ്ച്. പിന്നെ 8 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്തും പിന്നെ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനും. സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എട്ട് ഇഞ്ചിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ആ 8 ഇഞ്ച് പിന്നെ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാൻ. ഇതാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. നമുക്ക് ആദ്യം ബോട്ടത്തിൻ്റെ ലൂസ് മാർക്ക് ചെയ്യാം. നമുക്ക് 5 ഇഞ്ചാണ് ബോട്ടമിൽ ലൂസ് വരുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് കണ്ടുപിടിക്കാം. 8.5 ആം ഹോൾ റൗണ്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ആം ഹോൾ റൗണ്ട് നമുക്ക് 8.5 നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ്, ബെസ്റ്റ് നമുക്ക് 36 ഇഞ്ചാണ്. അതിന് നമ്മൾ 12 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് കിട്ടും. അതിൽ കൂടെ 3/4 ഇഞ്ച് ചേർത്തിട്ട് വേണം നമ്മൾ ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് പറയുന്നത് 3.25 ഈ 3.25 അവിടെ ഒരു പോയിന്റ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആം ഹോൾ റൗണ്ട് 8.5 ഇഞ്ചാണ്. ആ 8.5 ഇഞ്ച് ഈ ക്യാപ്പ് ഹൈറ്റിൻ്റെ അവിടെ എവിടെയാണ് വരുന്നത് നോക്കാം. 8.5 ഇഞ്ച് ഇവിടെയാണ് ക്യാപ്പ് ഹൈറ്റിൻ്റെ അവിടെ വരുന്നത്. 8.5 ഇഞ്ച് ഇവിടെ ഒരു പോയിന്റ്, ഇവിടെയാണ് നമ്മൾ ആം ഹോൾ വരയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വയ്ക്കാം. ആം ഹോൾ വരയ്ക്കാനായിട്ട് ആം ഹോൾ കർവ് സ്കെയിലുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ആം ഹോൾ കർവ് വരയ്ക്കാം. ഇവിടെ നിന്ന് ഒരു 1 ഇഞ്ച് നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് വരേണ്ടത്. ഇവിടെ നിന്ന് വേണം നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. ഇത് നമ്മൾ അളന്ന് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 8.5 കിട്ടണം. 8.5 കിട്ടുമോ നോക്കാം. ഇതാ ഒരു പോയിന്റ് നമുക്ക് കൂടുതലുണ്ട്. നമുക്കൊരു കുറച്ചും കൂടി ഉള്ളിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്യാം. ഈ അളവ് നോക്കാം. ഒന്നും കൂടി അളന്ന് നോക്കാം. ഇത് 8.5 കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് സ്റ്റിച്ചിങ് ലൈൻ. ഇത് കട്ടിങ് ലൈനാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം വരച്ച ആം ഹോൾ കർവില്ലേ, അതിൽ കൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ. ഇത് ലെങ്ത്താണ് ഇവിടെ. കട്ടിങ് ലൈൻ കൂടെ തന്നെ കട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്ലീവ്. ഇവിടെ റൗണ്ട്, ഇവിടെ ലെങ്ത്ത്, ഇവിടെ ആം ഹോൾ റൗണ്ട്. ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം.